തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേലാങ്കോട് വാർഡിലാണ്. ഏറെ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? ഞാൻ പാപ്പനംകോട് സജി, മേലാങ്കോട് വാർഡിലെ സ്ഥാനാർത്ഥി. രണ്ടാം തവണയാണ്. ആദ്യം ഒരു 5 തവണ കൗൺസിലറാണ്. രണ്ടാം തവണ എന്ത് തോന്നുന്നു ഒരു ഗ്യാപ്പിനിടയ്ക്ക് വന്നപ്പോൾ? തീർച്ചയായിട്ടും നല്ല അന്തരീക്ഷമാണ്, തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. പ്രതീക്ഷ തന്നെയാണ്. എന്തൊക്കെയാണ് ഈ വാർഡിന് വേണ്ടി ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകത്തുണ്ടാവുമല്ലോ? കഴിഞ്ഞ 5 വർഷക്കാലം പാപ്പനംകോട് സജി എന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങളോട് ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി വരുന്ന 5 വർഷക്കാലം എന്തായിരിക്കും ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പ്രോജക്റ്റുകൾ മനസ്സിലാക്കുക? ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ അമ്പലക്കുന്ന് പ്രദേശത്ത് കുറച്ച് വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. ആ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നുള്ളതിനാണ് ആദ്യത്തെ ഒരു പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ട് ചില റോഡുകൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിച്ച് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാൽവെപ്പായിരിക്കും. മറ്റെന്തെങ്കിലും പ്രോജക്റ്റുകൾ, ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ജിംനേഷ്യം കൊണ്ടുവരണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആശയങ്ങൾ എന്തെങ്കിലും ഈ സജി എന്ന വ്യക്തിക്ക് മനസ്സിലാകത്തുണ്ടാവും? രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് വരിയിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഈ റോഡ് ഇല്ലായിരുന്നു. അത് നമ്മൾ അന്ന് MLA രാജഗോപാലായിരുന്നു, അദ്ദേഹത്തിൻ്റെയൊക്കെ സഹായം കൊണ്ട് 3.5 കോടി രൂപയ്ക്ക് ചിലവാക്കി വലിയ റോഡ് കൊണ്ടുവന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ പ്രാഥമിക ഹെൽത്ത് സെന്റർ ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഇവിടെ സർക്കാർ ഭൂമി കിടപ്പുണ്ട്. അതിനകത്ത് ഇവിടെ അംഗൻവാടി വാടക കെട്ടിടത്തിലാണ് ഇരിക്കുന്നത്. അംഗൻവാടിയും പ്രാഥമിക ഹെൽത്ത് സെന്ററും എല്ലാം കൂടി അതിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് തീർച്ചയായിട്ടും ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു പ്രയത്നം നടത്തുന്നുണ്ട്. അതിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ വാർഡിൽ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ നമ്മളെ സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റ് അതാത് സ്ഥലങ്ങളിൽ അത് ഡംപ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഇതിപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കാത്തതാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാർഡുകളിലും അതത് വാർഡുകളിലുള്ള ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അതത് വാർഡിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ ഇങ്ങനെ വേസ്റ്റ് കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അതാണ് ഞാൻ ചോദിച്ചത്. അതിന് വേണ്ടിയിട്ട് ചെയ്യാം. ഈ വാർഡിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. മേലാങ്കോട് വാർഡിനകത്ത് ഈ പബ്ലിക്കിന്റെ വേസ്റ്റുകൾ, മേലാങ്കോട് വാർഡിനകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ വേസ്റ്റുകളും ഡംപ് ചെയ്യാൻ അവിടെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ചെയ്യണമെന്ന് ആശയമുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യണം. ശരി, വിജയാശംസകൾ. താങ്ക് യു.